ഡോക്ടറെ ഞാൻ ചെവിവേദനയായിട്ടല്ലേ വന്നേ, പക്ഷെ താഴേന്ന് എനിക്ക് തന്നത് മൂക്കിൽ ഒഴിക്കാനുള്ള മരുന്നാ. സൗണ്ട്സ് വിയേർഡ് അല്ലേ? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. നമുക്ക് ഇത്തിരി അനാറ്റമി മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ മൂക്കിൻ്റെ പുറഭാഗത്ത് നിന്ന് ചെവിയുടെ മിഡിൽ ഇയറിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബ് ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് യൂസ്റ്റേഷൻ ട്യൂബ്. നമുക്ക് മൂക്കിൽ കഫക്കെട്ടുണ്ടെങ്കിൽ കഫം മൂക്കിൻ്റെ പുറഭാഗത്ത് നിന്ന് ഈ യൂസ്റ്റേഷൻ ട്യൂബിൽ കയറിയിട്ട് മിഡിൽ ഇയറിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഈ കണ്ടീഷനെ വിളിക്കുന്നതാണ് അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ. ഈ ഇൻഫെക്ഷൻ ഇവിടെ വരുമ്പോൾ യൂസ്റ്റേഷൻ ട്യൂബ് ക്ലോഗ് ആയിട്ട് പിന്നെ ആ കഫം അവിടെ തന്നെ ബ്ലോക്ക് ആയി പോകും. ഇതൊരു ഭയങ്കര പെയിൻഫുൾ സിറ്റുവേഷനാണ്. മിഡിൽ ഇയറിൻ്റെ പ്രഷർ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് മൂക്കിലുള്ള കഫത്തിനെ വെളിയിലേക്ക് ഇറക്കിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ നോസിലെ കൺജഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നേസൽ ഡ്രോപ്സ് ഒഴിക്കാൻ പറയുന്നത്. നേസൽ ഡ്രോപ്സ് ഒഴിച്ചിട്ട് ആവി പിടിച്ച് മൂക്കിലുള്ള കഫം കളയുമ്പോഴാണ് യൂസ്റ്റേഷൻ ട്യൂബ് ഫൈനലി തുറക്കുന്നത്. മിഡിൽ ഇയർ ഇരിക്കുന്ന കഫം യൂസ്റ്റേഷൻ ട്യൂബിൽ ഇറങ്ങി മൂക്ക് വഴി അങ്ങ് ഇറങ്ങി പോകത്തുള്ളൂ. അപ്പോഴാണ് ആ വേദന കുറയാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾക്കൊരു ചെവിയിൽ വേദന വന്നിട്ട് നിങ്ങളൊരു ENT ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ അവിടെ നിന്ന് നേസൽ ഡ്രോപ്സ് ആണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ് ആവാൻ പാടില്ല. താങ്ക് യു.